പെട്ടെന്നുള്ളൊരു മരണം, അതായത് കുഴഞ്ഞു വീണ മരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു വിഷയം ഉണ്ടായിരിക്കും. അല്ലെ? തീർച്ചയായിട്ടും. സാധാരണ ഒരു ടെസ്റ്റുകൾ എഴുതുന്നത് ഡോക്ടർ പറയുമ്പോൾ മാത്രമാണ്, അല്ലാതെ വന്ന് നമുക്ക് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. വിവി ഡയഗ്നോസ്റ്റിക് തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. നമ്മൾ വൺ ഓഫ് പ്രൂഫ്സ് എല്ലാ ഡയഗ്നോസ്റ്റിക്കും വിത്ത് ഫാർമസിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പല പാക്കേജസ് ഉണ്ട്, ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ് ഉണ്ട്, MRI സ്കാൻ ഉണ്ട്, CT സ്കാൻ ഉണ്ട്. CT MRI നമ്മൾ ഹയർ മെഷീനാണ്, നമുക്ക് ഡയഗ്നോസ് സെന്റേഴ്സിലെ ഏറ്റവും വലിയ ഹയർ മെഷീനാണ് നമ്മൾ ഇട്ടേക്കണത്. അതുകൊണ്ടാണ് നമുക്ക് CT ആൻജിയോ ആ ഹയർ മെഷീനിൽ സാധാരണ CT സ്കാൻ എല്ലാ CT സ്കാൻ സെന്ററിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഹയർ മെഷീൻ ആയതുകൊണ്ടാണ് CT ആൻജിയോ നമുക്ക് അവിടെ ചെയ്യുന്നത്. ഈ CT ആൻജിയെ കുറിച്ച് നമ്മുടെ ഹാർട്ടിന്റെ ആർട്ടറിയിൽ ബ്ലോക്ക് അറിയുന്ന മൊഡാലിറ്റിയാണ് CT ആൻജിയോ. അത് 2 ടൈപ്പ് ബ്ലോക്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. സാധാരണ കാൽഷ്യം ഡെപ്പോസിറ്റ്സ്, നമ്മൾ യൂറിക് ആസിഡ് കൂടുമ്പോൾ കാൽഷ്യം പല സ്ഥലത്തും വന്നറിയാതെ കാൽഷ്യം ഡെപ്പോസിറ്റ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അങ്ങനെ കാൽഷ്യം ഡെപ്പോസിറ്റ് വരാം. പ്ലസ് സോഫ്റ്റ് ബ്ലോക്സ് കാണാം, എന്നാൽ കൊളസ്ട്രോൾ അടഞ്ഞ ബ്ലോക്സ്. അപ്പോൾ ഈ CT ആൻജിയോ നമ്മൾ കാൽഷ്യം പ്രോപ്പറായിട്ട് എത്ര കൗണ്ട് ഓഫ് കാൽഷ്യംസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് ഓരോ ഇയർ കാൽഷ്യം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ സോഫ്റ്റ് ബ്ലോക്സ് ആൻജിയോ ചെയ്യുമ്പോൾ സോഫ്റ്റ് ബ്ലോക്സ് ഉണ്ടോ എന്ന് അറിയാം, എത്ര %. സാധാരണ നമുക്കൊരു ആൾക്ക് 10% അല്ലെങ്കിൽ 70% വരെ ബ്ലോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ആ പേഷ്യന് ഡയറ്റും അതുപോലെ തന്നെ മെഡിക്കേഷനും കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. അതായിട്ടൊരു ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. 70 എബോവ് ആകുമ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് നമുക്കതൊന്ന് ആൻജിയോ ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റിലോട്ട് പോകണം, അല്ലെങ്കിൽ ആ ബ്ലോക്ക് അത്ര ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്നൊരു വാക്യൂം പ്രൊസീജിയറാണ്. എന്ന് വാക്യൂം നമുക്ക് ജസ്റ്റ് വരാം, ഫാസ്റ്റിങ്ങിൽ വരാം, 4 മണിക്കൂർ ഫാസ്റ്റിങ്ങിൽ വന്നിട്ട് നമ്മൾ കിഡ്നി ഫംഗ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യും, ഒന്ന് എക്കോ ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് പേഷ്യൻസ് ബാക്കിയുള്ള ഇതില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് CT ആൻജിയോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാർഡിയോളജിസ്റ്റും റേഡിയോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട്സ് അത് നമുക്ക് പ്രോപ്പറായിട്ട് ഡയഗ്നോസ്, എത്ര % ബ്ലോക്ക്, 5% ആണോ 30% ആണോ, എത്ര ബ്ലോക്സ് ആണ്, 70% ആണോ 90% ആണോ, കറക്റ്റായിട്ട് നമുക്ക് അതിൽ റിസ്ക് സാധ്യത നേരത്തെ മനസ്സിലാക്കാൻ പറ്റുന്നു. പെട്ടെന്നുള്ളൊരു മരണം നമുക്ക് ഒഴിവാക്കുക. ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു വാഹനം നമ്മൾ ഉപയോഗിക്കുന്ന പോലെയാണ്. നമ്മൾ വാഹനം കൃത്യമായിട്ട് സർവീസൊക്കെ നടത്തി, ആ പീരിയോഡിക്കൽ സർവീസൊക്കെ നടത്തി കൃത്യമായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ വഴി കിടക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയായിരിക്കും.